Hello and welcome back. In our previous sessions, we saw how to read and write content into files. In this video, we'll be looking at some other operations for file handling. We also have another set of file operations possible. അതായത് നമുക്ക് ഫയൽസ് റീനെയിം ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പൈത്തണിൽ there is a standard built-in library called the OS module. നമ്മൾ മോഡ്യൂൾസിന്റെ കാര്യം നമ്മൾ യൂണിറ്റ് 3 ൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മോഡ്യൂളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു. So the OS module is basically useful for performing file operations, അതായത് renaming files, deleting files, etc. അപ്പോൾ ഒരു ഫയലിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് OS എന്ന് പറഞ്ഞ ഈ മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് OS എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് OS മോഡ്യൂളിന്റെ അകത്ത് we have the rename method. ആ rename method ഉപയോഗിച്ചിട്ട് I can change the name of a file. അപ്പോൾ rename methodൽ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഒന്ന് is the current file name and the second one is the new file name. അപ്പോൾ ഒരു ഫയൽ നമ്മൾ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ we'll be first importing the OS module and then we'll be writing os.rename the current file name and the new file name. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ആദ്യം OS module ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് test1.txt എന്ന് പറഞ്ഞ ഫയലിനെ I am renaming into test2.txt. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത് os.rename test1.txt, test2.txt. ഇനി എനിക്കിപ്പോൾ ഒരു ഫയല് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിമൂവ് എന്ന് പറയുന്ന മെത്തേഡ്. അതും OS മോഡ്യൂളിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. So I'll first import the OS module and then I'll be writing os.remove and the file name. For example, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ test2.txt എന്ന് പറഞ്ഞ ഫയൽ ഡിലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. So I'll first import the OS module and then I'll write os.remove of test2.txt. Now, if you want to delete a file that does not exist, നമുക്ക് errors വരാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ it will create a error. അപ്പോൾ അതുകൊണ്ട് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് path.exists എന്ന് പറയുന്ന മെത്തേഡ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം OS മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് I am writing if os.path.exists demo file of text. അതായത് ഡെമോ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ നമ്മളുടെ പാത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ ട്രൂ വാല്യൂ, ഇല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എഴുതുന്നത് os.remove demo file.txt. else I am printing the file does not exist. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് വരുന്നതിന്റെ ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതുവരെ കണ്ടിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ഫയൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് ആയിരുന്നു. Now if you want to operate on your directories അല്ലെങ്കിൽ ഫോൾഡേഴ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് OS മോഡ്യൂൾ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കറന്റ് പാത്തിൽ അല്ലെങ്കിൽ കറന്റ് ലൊക്കേഷനിൽ എനിക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു ക്രിയേറ്റ് എ ഡയറക്ടറി I can use the mkdir മെത്തേഡ്. അതും OS മോഡ്യൂളിന്റെ അകത്താണ്. അതിന്റെ അകത്ത് നമ്മൾ ഒരു ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത് which is the name of the folder to be created. So ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം. I am importing the OS module എന്നിട്ട് I am writing os.mkdir of test, which means in the current location I am creating a new directory or a new folder called test. Now another method that we can use is the change directory method. അല്ലെങ്കിൽ chdir എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ കറന്റ് ലൊക്കേഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ chdir എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കറന്റ്ലി എൻ്റെ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ബട്ട് എനിക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറി I want to move into the downloads folder. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് chdir എന്ന് പറയുന്ന മെത്തേഡ്. So the chdir method takes one argument which is the name of the directory which you want to make your current directory. നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡറിന്റെ പാത്തോ അല്ലെങ്കിൽ പേരോ ആയിരിക്കും നമ്മൾ chdir എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. I am importing the OS module and then I am writing os.chdir home/new directory. അതായത് എൻ്റെ കറന്റ് ലൊക്കേഷൻ എവിടെയാണോ അവിടെ നിന്ന് I am moving into the home/new directory folder. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂ ഡയറക്ടറി എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്തായിരിക്കും റിഫ്ലക്റ്റ് ആവുക.
And the get CWD method is used to print the current working directory. അതായത് കറന്റ്ലി ഞാൻ ഏത് ഫോൾഡറിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ പാത്ത് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മുടെ os.getCWD എന്ന് പറഞ്ഞ മെത്തേഡ്. സോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൈ കറന്റ് ലൊക്കേഷൻ വിൽ ബി ഇൻസൈഡ് ദ ന്യൂ ഡയറക്ടറി ഫോൾഡർ. അപ്പോൾ ഞാൻ getCWD എന്ന് പറഞ്ഞ മെത്തേഡ് റൺ ചെയ്യുമ്പോൾ ദി ഔട്ട്പുട്ട് വിൽ സേ ദാറ്റ് ഐ എം ഇൻസൈഡ് home/new directory. അപ്പോൾ അങ്ങനെ കറന്റ് ഫയൽ ലൊക്കേഷൻ അല്ലെങ്കിൽ കറന്റ് ഫോൾഡർ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് getCWD method. And if I want to delete a directory, നമുക്ക് ഒരു full folder delete ചെയ്യണമെന്നുണ്ടെങ്കിൽ I can use the os.rmdir method. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ we have to first empty the folder. അതായത് ഫോൾഡറിന്റെ അകത്ത് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫോൾഡറിന്റെ അകത്തുള്ള എല്ലാ ഫയൽസും ഒന്നില്ലെങ്കിൽ മൂവ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഐ ക്യാൻ ഡിലീറ്റ് ദി എംപ്റ്റി ഫോൾഡർ. അപ്പം ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇസ് ദി RMDIR മെത്തേഡ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൾഡറിന്റെ പേരായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. പേരോ അല്ലെങ്കിൽ പാത്തോ നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഇൻ ദിസ് എക്സാമ്പിൾ ഞാൻ മൈ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ ബി ഇമ്പോർട്ടിംഗ് ദി OS മോഡ്യൂൾ ആൻഡ് ദെൻ ഐ വിൽ ബി റൈറ്റിംഗ് os.rmdir ഓഫ് മൈ ഫോൾഡർ. അപ്പോൾ ആ ഫോൾഡർ എംപ്റ്റി ആണെങ്കിൽ ദാറ്റ് ഫോൾഡർ വിൽ ബി ഡിലീറ്റഡ്. എംപ്റ്റി അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റേസിംഗ് എൻ എറർ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഫോൾഡർ ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള ഫയൽ ആൻഡ് ഫോൾഡർ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് ആയിരിക്കും OS മോഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.